ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 11:30 ആയപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് ഇറങ്ങി. ഇത് ഇച്ചുവിൻ്റെ കസിൻ ബ്രദർ ആട്ടോ, രണ്ടുപേരുടെ കളിക്കുക. അപ്പോൾ അവിടെ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇവിടെ വന്നിരുന്നത്. രണ്ടുപേരും തമ്മിൽ കുറച്ച് ദിവസമായി കണ്ടിട്ട് അതിൻ്റെ സ്നേഹപ്രകടനവും ഉമ്മപ്പൊക്കെ നടക്കുന്നത് ഇവിടെ. വണ്ടി ഇവിടെ നിർത്തിയപ്പം കടയിൽ ലോലിപോപ്പ് ഇരിക്കുന്നുണ്ട്. അത് കണ്ടിട്ടാകുമ്പോൾ ഇച്ചുവിൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്ന. ഉച്ച കഴിഞ്ഞ് വൈകിട്ടൊക്കെ ആയപ്പോഴത്തേന് ഞാൻ എൻ്റെ ഉമ്മയുടെ വീട്ടിലോട്ട് വന്നു കേട്ടോ. എൻ്റെ മാമാടെ മോൻ നാളെ ഗൾഫിൽ പോകും. അപ്പം അവനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വന്ന്. എൻ്റെ ഉമ്മയുടെ ഉമ്മ കേട്ടോ, ഇതൊന്ന് യാസീനൊക്കെ കൊടുക്കുക. ഞാൻ കുറച്ചൊരു ഇച്ചുവിനെ ഏൽപ്പിച്ചിട്ട് വന്നത്. ഞാൻ ഒളിഞ്ഞു പോയി നോക്കി. എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉടനെ എൻ്റെ തരും കേട്ടോ. അവിടെ ഞാൻ ഒളിഞ്ഞു പോയി നോക്കിയത്. മാങ്ങ നിൽപ്പുണ്ട്. അപ്പോൾ മാങ്ങ ഉപ്പും മുളകും കൂടി കഴിക്കാമെന്നും പറഞ്ഞിരുന്നത്. അപ്പോൾ മൽബറി, ചക്ക, ചാമ്പയ്ക്ക എല്ലാം നിൽപ്പുണ്ടായിരുന്നു. മൽബറി ഇങ്ങോട്ട് വിളഞ്ഞതേ ഉള്ളൂ, നല്ല പഴുത്തില്ല. പഴുത്തതൊക്കെ മുകളിൽ നിൽപ്പുണ്ട്, പക്ഷെ നമുക്ക് എത്തത്തില്ല പറിക്കാൻ. അങ്ങനെ പഴുത്ത് നല്ല ചുമന്ന കളർ വന്നത്, എന്നാലും ചെറിയ പുളിയുണ്ട് ചുമപ്പ് കഴിക്കുമ്പോഴത്തേന്. ഞാൻ ഒരു പഴുത്തതെടുത്ത് ഇച്ചുവിന് കൊടുക്കാൻ നോക്കി. അതങ്ങോട്ട് കടിച്ച് നോക്കിയാൽ അതിൻ്റെ രുചി അറിയുക, കടിക്കത്ത് പോലുമില്ല. എന്തായാലും തിന്നാൻ കൊടുക്കുന്ന സാധനം ആകുമ്പോഴത്തേനും തൈ ഓട്ടമാണ്. ഇവിടെ ഞാൻ 2 ചക്ക നിൽക്കുന്ന കണ്ടിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പറിച്ചതാണ്. ഇവിടെ ചക്ക വരിക, പറിക്കുക, പോവുക. എന്ത് താഴെ നിൽക്കുന്നത്, ഞങ്ങളുടെ അവിടെയൊക്കെ തോട്ടിയിട്ട് വലിച്ചിടണം. ഇപ്പം നല്ല താഴെ നിൽപ്പോൾ എന്ത് സൗകര്യത്തിന് പറിച്ചിട്ട് പോകാം. നമുക്ക് ഒരു ചാമ്പയ്ക്ക ഉണ്ടായിരുന്നുള്ളൂ, ചാമ്പ മരത്തിൽ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ എനിക്ക് പറിച്ചു തന്നു. മാമാടെ മോൻ പോകുന്നതിൻ്റെ പാചക പരിപാടിയിലാണ്. അപ്പോൾ അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓരോരോ സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ചമ്മന്തിപ്പൊടിയും അച്ചാറൊക്കെ കൊണ്ടുപോകണ്ടേ, ഒക്കെ ഉണ്ടാക്കുക. മാമ ഇവിടെ നിന്ന് ഓരോന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. മാങ്ങ ഉപ്പും മുളകും കൂട്ടി കല്ലിലിട്ട് ഇടിച്ച് ഓരോരോ വീഡിയോസ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച്. കല്ലും കമ്പും ഒക്കെ ഇട്ട് എല്ലാവരും ഇരുന്ന് എറിയോ മാങ്ങ. ഞങ്ങൾ ഈ എറിയുന്ന കണ്ടിട്ട് ഇച്ചും കല്ലൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. എങ്ങോട്ടാ പോകുന്നത് ഒരു ഐഡിയയില്ല. ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടായിരുന്നു. അത് കുറേയൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുപോകാനും പറിച്ചു. അതിന് 2-3 എടുത്തിട്ട് ഞങ്ങൾ ഉപ്പും മുളകും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. മാങ്ങയൊക്കെ ഇതിൽ ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കാനും ഓരോന്നൊക്കെ പറിച്ച് കഴിക്കാനൊക്കെ നല്ല രസമാണ്. ഇപ്പം അങ്ങനെ എല്ലാവരും ഒന്നും ഇല്ല, കുറച്ച് പേരൊക്കെ ഉള്ളൂ. എല്ലാവരൊക്കെ വളർന്ന് ഇപ്പം എല്ലാവരും ജോലിക്കും ഓരോരോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോകും. അപ്പം മാമാടെ മോൻ നാളെ പോകുന്നതുകൊണ്ട് ഞങ്ങൾ വന്നത്. അപ്പം അങ്ങനെ ജോലിയും തിരക്കേണ്ട ആരും അങ്ങനെ വരാറുമില്ല. എല്ലാവരും ഉണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാനും നല്ല രസം കാണത്തുള്ളൂ. ഇപ്പം എല്ലാ സൈഡും പൊട്ടിയില്ല കേട്ടോ. അപ്പം ബാക്കിയുള്ളത് ഞങ്ങൾ അരിഞ്ഞ് ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി കഴിച്ചു. നല്ല വിളഞ്ഞ മാങ്ങയായിരുന്നു, നല്ല രുചിയായിരുന്നു. ഒരുപാട് പുളിയൊന്നുമില്ലായിരുന്നു, നല്ലതായിരുന്നു കഴിക്കാൻ. ഒരെണ്ണം എടുത്താൽ മതി, പാത്രത്തോടല്ല. അത് വാങ്ങാണ്ടിയാ. അവിടെ നിന്നൊരു നൈറ്റൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഒരു 10:15 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ സിനിമ കാണാൻ വന്നിട്ടോ. തുടരും കാണണം, 2 ദിവസം കൂടി കാണണമെന്ന് വിചാരിക്കുന്ന ഇന്നാ പറ്റിയത്. അതുപോലെ ടിക്കറ്റ് ഒന്നും കിട്ടത്തുമില്ലായിരുന്നു. മിക്കപ്പോഴും ഫുള്ളാണ്. ഇപ്പോഴും ഞങ്ങളിരിക്കുന്ന ഫ്രണ്ടില്ല. പിന്നെ ഇച്ചുവിനെ കൊണ്ടുമ്പോൾ ഫ്രണ്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്. മറ്റുള്ളവർക്കിട്ട് ശല്യമാവേണ്ട. അവൻ വായും ബഹളമൊക്കെ വയ്ക്കും കുറേ കഴിയുമ്പോഴത്തേന്.